إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവ രൂപത്തിൽ വസിയത്ത് നൽകുകയാണ്. മുത്തഖീങ്ങളായിട്ടും മുഅ്മിനീങ്ങളായിട്ടും മുവഹ്ഹിദീങ്ങളായിട്ടും ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാൻ ഇടയുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മറ്റു മനുഷ്യന്മാർ അറിയാതിരിക്കാൻ നമ്മൾ പരമാവധി രഹസ്യമാക്കി വെക്കാറുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി മാനിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിലും സംഭവിച്ചു പോയേക്കാൻ ഇടയുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആ തെറ്റുകൾ ഒക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി രഹസ്യമാക്കി സൂക്ഷിക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നവരാണ്. ആ ഒരു സ്വഭാവം നല്ലതായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നതും. കാരണം മാനുഷിക സഹജമായിട്ടുള്ള തെറ്റുകൾ മനുഷ്യന്മാർ പരസ്യമാക്കുന്നത് വഴി, വിശിഷ്യ വിശ്വാസികൾ പരസ്യമാക്കുന്നത് വഴി ആ തെറ്റിന്റെ ഗൗരവം സമൂഹത്തിൽ
നിന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, അങ്ങനെ പരസ്യപ്പെടുത്തുന്നത് വഴി അള്ളാഹു ഒരു പക്ഷേ ആ തെറ്റുകൾ നമുക്ക് പുറത്തു തരാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ തെറ്റുകൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് നമ്മൾ ചെയ്യുന്ന നന്മകളും രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുക, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ കാണിക്കാനോ വേണ്ടിയാകാതിരിക്കുക എന്നുള്ളതും സത്യവിശ്വാസികളായ നമ്മുടെ മേൽ വളരെ ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വല്ല നന്മകളും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. പലപ്പോഴും ഞാൻ അടക്കമുള്ള ആളുകൾ പല നന്മകളും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ അറിയണമെന്ന് മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. മറ്റുള്ളവർ അത് അറിയണമെന്നും പത്രങ്ങളിൽ അതിനെക്കുറിച്ച് വാർത്തകൾ വരണമെന്നും ആളുകൾ അതിനെക്കുറിച്ച് എന്നെ പുകഴ്ത്തി സംസാരിക്കണമെന്നൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന നന്മകൾ രഹസ്യമായി തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖിബ്ഉൻ മിൻ അമലിൻ സ്വാലിഹിൻ ഫൽയഫ്അൽ. നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും ഒരു നന്മ രഹസ്യമായി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഫൽയഫ്അൽ എന്നാണ് പറഞ്ഞത്. ആരോരും അറിയാതെ മനുഷ്യന്മാരുടെ പ്രശംസകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതെ അള്ളാഹു മാത്രം കാണണമെന്നും അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതും എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അധ്യാപനം കൃത്യമായി ജീവിതത്തിൽ പകർത്തിയവരായിരുന്നു സ്വഹാബികളും താബിഈകളും എന്ന് അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ താബിഈ പണ്ഡിതൻ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്ന സ്വഹാബികളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ലഖദ് അദ്റക്നാ ഖവാമ, ഞങ്ങൾ താബിഈകളായ ആളുകൾ ചില മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, സ്വഹാബികളായ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? മാ കാന അലൽ അർദി മിൻ അമലിൻ യഖ്ദറൂന അൻ യഅമലൂ ഫിസ്സിരി ഫയകൂന അലാനിയതൻ അബദാ. ഭൂമി ലോകത്ത് രഹസ്യമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഏതൊക്കെ നന്മകളുണ്ടോ, രഹസ്യ സ്വഭാവത്തിൽ ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ, അതൊന്നും ഒരിക്കൽ പോലും പരസ്യമായി ചെയ്യാൻ ശ്രമിക്കാത്തവരായിരുന്നു അവർ. രഹസ്യമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന നന്മകളുണ്ടോ, രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ രഹസ്യമാക്കും. ഒരിക്കലും പരസ്യപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ കുറിച്ച് വിഖ്യാതമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം എല്ലാ അമലുകളും ചെയ്യുമായിരുന്നു, പക്ഷേ സമ്പത്തിന്റെ കാര്യത്തിൽ അല്പം മോശമാണ് എന്ന് ചില മനുഷ്യന്മാർ അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആളുകൾക്ക് നൽകുന്നില്ല, ധർമ്മം നൽകുന്നില്ല എന്ന് ചില മനുഷ്യന്മാര് അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹയോട് പരാതിപ്പെട്ടു. നിങ്ങൾ ആളുകൾക്ക് നൽകുന്നില്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെലവഴിക്കാത്തത്? പക്ഷേ അദ്ദേഹം മറുത്തൊന്നും പറയാറില്ല. ഇങ്ങനെ പരിഭവം പറയുന്ന മനുഷ്യന്മാരോട് അദ്ദേഹം തിരിച്ചു മറുത്തൊന്നും പറയാറില്ല. പക്ഷേ ആ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ആ മനുഷ്യന്മാർക്ക് അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ കാത്തിരിക്കേണ്ടി വന്നു.
വഫാത്ത് വരെ കാത്തിരിക്കേണ്ടി വന്നു. എങ്ങനെ അറിഞ്ഞത്? ആളുകൾക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പരിഭവം, പരാതി അദ്ദേഹം ചെലവഴിക്കാറില്ല എന്നായിരുന്നല്ലോ. പക്ഷേ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടതിന് ശേഷം, വഫാത്തായതിനു ശേഷം അന്ന് വരെ കിട്ടിയിരുന്ന 100ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷണപ്പൊതി ലഭിക്കാതെയായി. അതുവരെ ലഭിച്ചിരുന്ന ഭക്ഷണപ്പൊതി ചില മനുഷ്യന്മാർക്ക്, 100ഓളം കുടുംബങ്ങൾക്ക് ലഭിച്ചു വന്നിരുന്ന ഭക്ഷണ കിറ്റുകൾ ലഭിക്കാതെയായി. ആ സാധുക്കൾ പോലും അറിഞ്ഞിരുന്നില്ല ആരാണ് ഞങ്ങൾക്കിത് രാത്രിയിൽ കൊണ്ടുവന്ന് തന്നിരുന്നത് എന്ന്. ആ മിസ്കീനുകളായ മനുഷ്യന്മാർ പോലും അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, മയ്യത്ത് കുളിപ്പിച്ച മനുഷ്യന്മാർ അദ്ദേഹത്തിന്റെ ചുമലിൽ, സൈനുൽ ആബിദീൻ റഹിമഹുള്ളയുടെ ചുമലിൽ തഴമ്പ് കാണുകയാണ്. എന്തോ സാധനം ചുമന്നതിന്റെ തഴമ്പ് മനസ്സിലായി. മനുഷ്യന്മാർക്ക് മനസ്സിലായി, ആ മിസ്കീനുകളായ മനുഷ്യന്മാർക്ക് മനസ്സിലായി, ആ പരിഭവം പറഞ്ഞ നാട്ടുകാർക്ക് പോലും മനസ്സിലായി. ഒരു മനുഷ്യൻ പോലും അറിയാതെ 100ഓളം കുടുംബങ്ങൾക്ക്, 100ഓളം അഗതികൾക്ക് അദ്ദേഹം ഒറ്റക്ക് തീറ്റുപോറ്റിയിരുന്നു മരണം വരെ. ഒരു മനുഷ്യനോടും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അതാണ് സഹാബത്തിന്റെ, താബിഈങ്ങളുടെ ശ്രേഷ്ഠത. അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, മൻ ഇസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖിബ്ഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ എന്ന ഹദീസിനെ അന്വർത്ഥമാക്കുന്ന വിധം ജീവിച്ചവരായിരുന്നു സഹാബത്തും താബിഈകളും എന്ന് അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ താബിഈ പണ്ഡിതൻ അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറയുന്നു, അദ്ദേഹം പറയുന്നു, ഉക്തും ഹസനാതിക് അശദ്ദു മിമ്മാ തക്തുമു സയ്യിആതിക്. നീ നിന്റെ തെറ്റുകൾ എത്രത്തോളം ഗോപ്യമാക്കുന്നുണ്ടോ അതിനേക്കാളും ശക്തമായി നീ നിന്റെ നന്മകളും ഗോപ്യമാക്കി വെക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ എത്രത്തോളം നമ്മുടെ തെറ്റുകൾ ഗോപ്യമാക്കി വെക്കുന്നുണ്ടോ, രഹസ്യമാക്കി വെക്കുന്നുണ്ടോ, അതിനേക്കാളും ശക്തമായി നിന്റെ നന്മകളും നീ ഗോപ്യമാക്കി, രഹസ്യമാക്കി വെക്കണം എന്നാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആരോരും അറിയാത്ത ദാനധർമ്മങ്ങൾ നമുക്ക് വേണം. ഒരു മനുഷ്യനും അറിയാതെ, കിട്ടുന്നവൻ പോലും അറിയാത്ത, അതിന്റെ ഗുണങ്ങൾ ആസ്വദിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ പോലും അറിയാത്ത ദാനധർമ്മങ്ങൾ നമുക്ക് വേണം. നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും, ഇണ പോലും അറിയാത്ത രാത്രി നമസ്കാരങ്ങൾ നമുക്ക് വേണം. ആരോരും അറിയാത്ത സുന്നത്ത് നോമ്പുകൾ നമുക്ക് വേണം. അങ്ങനെ രഹസ്യമായിട്ടുള്ള സ്വഭാവത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അമലുകൾ നമുക്ക് ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹുവിന് ഇഷ്ടമുള്ള അടിമകളെ പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ. ചില അടിമകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുള്ള അടിമകൾ? അത്തഖിയൽ ഖനിയൽ ഖഫിയ. മുത്തഖിയായ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായ അടിമകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അൽ ഖനിയ, കിട്ടുന്നതിൽ തൃപ്തി കാണിച്ചുകൊണ്ട് ധന്യതയോട് കൂടി ജീവിക്കുന്ന അടിമയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവസാനമായി പറഞ്ഞു അൽ ഖഫിയ, പ്രസിദ്ധി ആഗ്രഹിക്കാത്ത, ഞാനത് ചെയ്തിട്ട് എന്നെ ആളുകൾ പ്രശംസിക്കണം, ആളുകൾക്കിടയിൽ എനിക്ക് വലിയ പേര് ലഭിക്കണം എന്നാഗ്രഹിക്കാത്ത മനുഷ്യന്മാരെയും അല്ലാഹു, അടിമകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, പ്രാർത്ഥനയുടെ വിഷയം പോലും അങ്ങനെയാണ്. കേവലം കാട്ടിക്കൂട്ടലുകളായി നമ്മുടെ ആരാധനയും പ്രാർത്ഥനകളും മാറരുത്. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് എന്തൊക്കെയോ പ്രഹസനങ്ങളുടെ രൂപത്തിൽ, പ്രഹസനങ്ങളായി പല പ്രാർത്ഥനകളും മറ്റും ആരാധനാ കർമ്മങ്ങളും മാറാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിന്റെ 55ാമത്തെ സൂക്തത്തിലൂടെ കൃത്യമായി പറഞ്ഞു, ഉദുഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ആരാധിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ രക്ഷിതാവിനെ, റബ്ബിനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ? തദർറുഅൻ, വിനയത്തോട് കൂടിയിട്ട്, താഴ്മയോട് കൂടിയിട്ട്, വഖുഫിയതൻ, രഹസ്യമായി കൊണ്ട്. ആളുകൾക്ക്
ഇടയിലാകുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ചില ആളുകളെങ്കിലും, എല്ലാവരെയും അല്ല, ചില ആളുകളെങ്കിലും കൃത്രിമമായ തെക്കുവകളൊക്കെ അഭിനയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. രഹസ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനടക്കമുള്ള ആളുകളോടാണ് ചോദ്യം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രഹസ്യമായിട്ട് ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നയനങ്ങൾ സജലങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥനയുടെ വിഷയത്തിൽ പോലും അതിന് കവിയുന്നവരെ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെയുള്ള മനുഷ്യന്മാരെ, അതിന് കവിയുന്ന മനുഷ്യന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ രഹസ്യമായി അല്ലാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അമലുകളിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യന്മാരല്ല, അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. ആരോടും തുണയില്ലാത്ത ആ മഹ്ശറിന്റെ വൻസഭയിൽ അല്ലാഹു അർശിന്റെ തണൽ നൽകി ആദരിക്കും. സബഅത്തുൻ യുസില്ലുഹുമുല്ലാഹു ഫീ സില്ലി യൗമ ലാ സില്ല ഇല്ലാ സില്ല യൗമ ലാ സില്ല ഇല്ലാ സില്ലു. അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും നാളെ ആശ്വാസത്തിനില്ലാത്ത ആ ലോകത്ത് അല്ലാഹു ചില മനുഷ്യന്മാർക്ക് തണൽ നൽകും. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുക്കിയ മനുഷ്യന്മാർക്ക്. സഹോദരന്മാരെ, രഹസ്യമായ സ്വഭാവത്തെക്കുറിച്ച്, രഹസ്യമായ അമലുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഖുറഫ, സ്വർഗ്ഗത്തിൽ ചില മുറികളുണ്ട്, സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ, അകത്തു നിന്ന് നോക്കിയാൽ പുറമേക്ക് കാണുന്ന, വബാതിനുഹാ മിൻ ളാഹിരിഹാ, പുറമെ നിന്ന് നോക്കിയാൽ ഉള്ളിലേക്കും കാണുന്ന രൂപത്തിലുള്ള ചില റൂമുകൾ പരലോകത്തുണ്ട്, സ്വർഗ്ഗത്തിലുണ്ട്. ഹനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്മാരാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ഗുണങ്ങളാണ് എണ്ണി പറഞ്ഞത്. ലിമൻ അതാബൽ കലാം, നല്ല രൂപത്തിൽ സംസാരിക്കുന്ന മനുഷ്യന്മാർക്ക്, സംസാരം നന്നാക്കുന്ന മനുഷ്യന്മാർക്ക്, മനുഷ്യന്മാർക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്ക്. അവസാനമായി പറഞ്ഞു, ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഉറങ്ങുമ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മനുഷ്യന്മാർ, രാത്രി നമസ്കാരം പതിവാക്കുന്ന മനുഷ്യന്മാർക്ക് ആ നമസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും. ആരെയും കാണിക്കാൻ വേണ്ടിയായിരിക്കില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കും ആ മനുഷ്യന്മാരുടെ രാത്രി നമസ്കാരം. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, രഹസ്യമായി കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച മനുഷ്യരായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ ആവശ്യം അല്ലാഹുവിനോട് രഹസ്യമായി തേടിയ, നേർക്കുനേരെ അല്ലാഹുവിനോട് തേടിയ, ഇടയാളന്മാരില്ലാതെ അല്ലാഹുവിനോട് തേടിയ. ചില മനുഷ്യന്മാർക്ക് നേർക്കുനേരെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് അന്യമാകുന്ന പ്രഖ്യാപനമാണ്, ആശയമാണ്, ആദർശമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന രൂപത്തിലാണ് ചില മനുഷ്യന്മാരുടെ തിട്ടൂരങ്ങൾ. ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പരിശോധിച്ചു നോക്കിയാൽ സകലമായ അമ്പിയാക്കന്മാരും മഹത്തുക്കളും അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ അരവരി പോലെങ്കിലും ഒരാൾക്കും കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ ഇടയാളന്മാരോട് അവരുടെ സഹായത്തോടുകൂടി അള്ളാഹുവിനോട് അടുക്കാമെന്ന് പറയുന്നവരുടെ വാദം എങ്ങനെ ശരിയാകും? സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരുടെയും സ്വഭാവങ്ങൾ, മഹത്തുക്കളുടെ സ്വഭാവങ്ങൾ, ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അമലുകൾ ചെയ്തിരുന്നത് രഹസ്യമായ സ്വഭാവത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സൂചിപ്പിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ അമലുകൾ, ആരോടും അറിയാത്ത അമലുകൾ ഉണ്ടായിരിക്കേണ്ടത്. നാളെ നന്മകളും തിന്മകളും തൂക്കി കണക്കാക്കുമ്പോ നമ്മുടെ നന്മയുടെ തുലാസിൽ തൂങ്ങുന്ന രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ നന്മകൾ രഹസ്യമായ സ്വഭാവത്തിൽ ഉള്ളതായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അവിടെ അത് തുണക്കെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി രഹസ്യമായി അമലുകൾ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇയ്യാഇന്റെ അംശം തെല്ലുമില്ലാതെ നമുക്ക് സാധ്യമാകുന്ന അത്ര രൂപത്തിൽ അമലുകൾ രഹസ്യമായി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പ്രധാനമായും ആളുകൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവരുടെ അമലുകൾ പരസ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി, റിയാഇന് വേണ്ടി, മറ്റുള്ളവർ കണ്ടിട്ട് എന്നെ കുറിച്ച് നല്ലത് പറയണം, ഞാൻ നല്ല ധർമ്മിഷ്ഠനാണ്, നല്ല യോദ്ധാവാണ്, നല്ല പണ്ഡിതനാണ്, നല്ല ദാഴിയാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ, നല്ല നമസ്കാരക്കാരനാണ് എന്നുള്ള രൂപത്തിൽ എന്നെക്കുറിച്ച് ആളുകൾ നന്മ പറയണം, നല്ലത് പറയണം, പ്രശംസിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ആ ഒരു കാരണം കൊണ്ട് നന്മകൾ പരസ്യപ്പെടുത്തുന്നവരുണ്ട്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും ആക്ഷേപാർഹവുമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു പക്ഷേ അതിന് പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം, മറ്റുള്ളവർക്ക് പ്രചോദനമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ അമലുകൾ പരസ്യപ്പെടുത്തുന്നവരുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വഹാബത്ത് ജിഹാദിന്റെ ആഹ്വാനങ്ങൾ വരുമ്പോൾ ആളുകൾ കാണെ തന്നെ അവരുടെ സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അത് കണ്ടിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്കും പ്രചോദനമാവുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ നന്മ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ആളുകൾക്ക് പ്രചോദനമാകുകയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള രൂപത്തിൽ നന്മ പരസ്യപ്പെടുത്തുന്നവരുമുണ്ട്. ഇത് പ്രോത്സാഹനീയമാണ്. അപ്പോഴും മനസ്സിന്റെ നിയ്യത്തിനാണ് പ്രാധാന്യം. ഇത് സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ തുബ്ദുസ് സ്വദഖാതി ഫനിഇമ്മാഹി, നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ ഫനിഇമ്മാഹിയ, അത് ഏറ്റവും നല്ലത് തന്നെയാണ്. ചില ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തുഖ്ഫൂഹ, ഇനി നിങ്ങൾ രഹസ്യമാക്കി വെക്കുകയും ആ ദാനധർമ്മം രഹസ്യമായുള്ള രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയും വതുഖ്തൂഹൽ ഫുഖറാ, പാവപ്പെട്ട മനുഷ്യന്മാർക്ക്, ദരിദ്രരായ മനുഷ്യന്മാർക്ക് അത് നൽകുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, കൂടുതൽ ഉത്തമം. അങ്ങനെ രഹസ്യമായുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ വയുകഫിറു അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പോ രഹസ്യമായി പരസ്യമായി ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് പരസ്യമായി ചെയ്യാം. എന്നാലും കൂടുതൽ ഉത്തമം രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്ക് തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികൾ, ആളുകൾ നമ്മെ കുറിച്ച് നല്ലത് പറയട്ടെ, പറയാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും നമുക്ക് തുണയായിട്ട്, കൂട്ടായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യമായി പരമാവധി അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുടുംബമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്കും ഞങ്ങൾക്കും ഈ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ്
ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ വീടുകളിലും ആശുപത്രികളിലുമായിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ശിഫാഇനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി ശാരീരികമായി കൗടുംബികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിമാനതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, മരണം വരെ ഇസ്സത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വയാ ഖാദിയൽ ഹാജാത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه